ഹായ് ഗൈസ്, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കും. ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഡേ ഇൻ മൈ ലൈഫ് ചിലപ്പോൾ ഒരു ഹാഫ് ഡേ ഒക്കെ എടുക്കത്തുള്ളൂ. ഫുൾ എടുക്കാൻ പറ്റുമെങ്കിൽ ഫുൾ ഡേ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഏട്ടന് ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഇനി എനിക്കുള്ള ഫുഡ് തയ്യാറാക്കണം. ഇന്ന് രാവിലെ ഇന്നലെ നമ്മൾ കിങ് ഫിഷിൻ്റെ എഗ്ഗ് വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരിപ്പുണ്ട്. അത് ചേറ് ഇരിപ്പുണ്ട്. ഏട്ടൻ മാത്രം കഴിക്കുന്നുള്ള ഏകദേശം 1 കിലോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തീരുന്നിടം വരെ ഇനി അത് മാത്രം മതി. അത്രയും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞു. അപ്പോൾ രാവിലെ അത് മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വേണ്ട, ഗോതമ്പ് ദോശ മതി എന്ന് പറഞ്ഞു. നമ്മളെ അങ്ങനെ ഡിസ്റ്റർബ് ഒന്നും ചെയ്തിട്ടില്ല, എന്തോ കൊടുത്താലും കഴിച്ചു കൊടുക്കട്ടെ, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഗോതമ്പ് ദോശയും ഉണ്ടാക്കി. പിന്നെ മറ്റേ റോസ്റ്റ് ഇരിപ്പണം, അതൊന്ന് ചൂടാക്കി രാവിലെ കൊടുത്തു വിട്ടിട്ട് ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങി. ഇപ്പം ഞാൻ എണീച്ച് വന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, കാരണം ഞാൻ ഈ മുട്ടയൊന്നും കഴിക്കത്തില്ലല്ലോ. ഫിഷിൻ്റെ മുട്ട അല്ലാത്ത മുട്ടയൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ യോഗട്ട് ഇരിപ്പുണ്ട്, ക്രിക്ക് യോഗട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. യോഗട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേണ്ട ഇതാട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്, ഗ്രീക്ക് യോഗട്ട്. ഇത് ബ്ലൂബെറി ഫ്ലേവറിലാണ് ഉള്ളതാട്ടോ ഞാൻ മേടിച്ചത്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് യോഗട്ടിലേക്ക് ചേർക്കാനുള്ള ബ്ലൂബെറീസ് ഒക്കെ എടുക്കാം കേട്ടോ. ബ്ലൂബെറീസും പിന്നെ നമുക്ക് അതിനകത്തിലേക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ആപ്പിൾ ചേർക്കാം, അതുപോലെ അനാറ് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അനാറ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്തായാലും ഓറഞ്ച് ഒന്നും ചേർക്കത്തില്ല കേട്ടോ, പുളിയല്ലേ. അപ്പം ഇത് ഗ്രീക്ക് യോഗട്ടാണ്. അപ്പോൾ അതിനകത്തിലേക്ക് വീണ്ടും ഇതുകൂടെ ആഡ് ചെയ്യുമ്പം ശരിയാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിൽ നിന്നൊരു അനാർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലൂബെറി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂബെറി ഫ്ലേവർ തന്നെയാണ് നമ്മൾ മേടിച്ചത്. അപ്പം നമുക്ക് അനാറും അതുപോലെ തന്നെ ബ്ലൂബെറി, ഒറിജിനൽ ബ്ലൂബെറി ഉണ്ട്. ബ്ലൂബെറിയുടെ തന്നെ ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ആഡ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ യോഗട്ട് റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കി പല ടൈപ്പ് കിട്ടും. അപ്പം ഞാൻ എന്തായാലും ഇത് നന്നായിട്ട് കഴുകി എടുക്കട്ടെ. ഞാൻ കഴുകിയിട്ടില്ല, മേടിച്ച് അതുപോലെ വെച്ചതേ ഉള്ളൂ. നന്നായിട്ട് കഴുകി ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മൾക്ക് അനാറ് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഇച്ചിരി വിനാഗിരി ഒഴിച്ചൊന്ന് വെച്ചേക്കാം കേട്ടോ. വിനാഗിരിയോ മഞ്ഞപ്പൊടിയോ ഉപ്പോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെച്ചേക്കാം. കാരണം എത്രയൊക്കെ നമുക്ക് അറിയില്ല അതിൽ എത്രത്തോളം എന്തെങ്കിലും അത് കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഏത് ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ആദ്യം തന്നെ ഞാൻ നമ്മുടെ യോഗട്ട് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയോ വേണ്ട അത്രയും എടുക്കാം. അപ്പോൾ അതിനകത്തിലേക്ക് ഇത് ഫ്ലേവേർഡ് അല്ലേ, അപ്പോൾ ഇതിനകത്തിലേക്ക് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തിലേക്ക് അനാറും അതുപോലെ തന്നെ ബ്ലൂബെറിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സായിട്ട് ആൽമണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ പംകിൻ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ യോഗട്ടൊക്കെ തയ്യാറാക്കി കഴിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ നീങ്ങണം. അപ്പോൾ നമുക്ക് വേഗം കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഉച്ചക്കത്തേക്ക് അപ്പോൾ ഏട്ടൻ ഉച്ച വരെ ഉള്ളൂ ഡ്യൂട്ടി കിട്ടും. അപ്പോൾ ഉച്ചയ്ക്ക് ഏട്ടൻ വരും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൊഞ്ചും അതുപോലെ തന്നെ കൊഞ്ചു തീയൽ വെക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കൊഞ്ചും പിന്നെ ഒരു ഫിഷ് എന്തെങ്കിലും ഫ്രൈ ചെയ്യണം. പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം കേട്ടോ തീയൽ. അപ്പോൾ തീയലിന് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളിയും അതുപോലെ തന്നെ സവാളയും പിന്നെ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട്. ചക്കക്കുരു പിന്നെ മുരിങ്ങയ്ക്ക, പയറും ഉരുളക്കിഴങ്ങും തക്കാളി ഇതെല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സവാളയും അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി കൂടുതലിടുന്നതാണ് ടേസ്റ്റിൻ്റെ. കൊച്ചുള്ളി കുറവായിരുന്നു, നല്ലതില്ലായിരുന്നു. അപ്പോൾ കൊച്ചുള്ളിയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക, പിന്നെ ചക്കക്കുരു ഇട്ടു, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടു, പയറിട്ടു, പിന്നെ തക്കാളി ഇട്ടു. അപ്പം നിങ്ങൾക്ക് മത്തങ്ങയും അതുപോലെ തന്നെ ഓമയ്ക്കൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഇട്ട് അതിനകത്തിലേക്ക്
ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിലൊക്കെ അടുപ്പിക്കുമ്പോഴത്തേക്ക് ഇത് ആവശ്യത്തിന് വെന്ത് കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച സമയത്ത് നമുക്ക് കൊഞ്ചൊന്ന് റെഡിയാക്കി എടുക്കണം. കൊഞ്ച് ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്താണ് മേടിച്ച്, നമ്മൾ വാട്ടർ ഫ്രണ്ടിൽ നിന്ന് മേടിച്ച കേട്ടോ. ബാക്കി ഇരിക്കുന്ന മീൻ മുട്ടയാട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കൊഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തന്നെങ്കിലും മുകളിലും താഴെ ഒരു വെയിൻ ഉണ്ട്. അപ്പോൾ അവർ മുകളത്തെ വെയിൻ ക്ലീൻ ചെയ്തെങ്കിലും താഴത്തെ വെയിൻ അവർ ക്ലീൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൊഞ്ച് തീയലിലേക്ക് വേണ്ടിയിട്ടുള്ള കൊഞ്ച് മാത്രമേ എടുക്കുന്നുള്ളേ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കൊഞ്ചൊന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് കൊഞ്ച് തീയലിനേക്കാൾ ഞാൻ കൊഞ്ച് അങ്ങനെ കൂട്ടണം നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ ഈ കൊഞ്ച് തീയലിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനകത്തിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, കാരണം കുറച്ച് തേങ്ങ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇരിപ്പുണ്ട് വറുത്തത്. അപ്പോൾ അതിനകത്തിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ. എന്നിട്ട് എൻ്റെ ബാക്കി വറുത്ത് വെച്ചിരുന്ന ഇതുകൂടെ എടുക്കുക കേട്ടോ. ഇങ്ങനെ വറുത്ത് വെച്ചുള്ള ഗുണം തന്നെ എളുപ്പം നമുക്ക് ചെയ്ത് വെക്കാം. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വറുത്തത്. അതിനകത്തിലേക്കൊരു 1.5 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് തണുക്കാൻ മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചെങ്കലവയെന്നാട്ടോ പറയുന്നത്. ഒന്നുമില്ല, കുറച്ച് മുളക് പൊടി, കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഇച്ചിരി എണ്ണയും കൂടി വെച്ചിട്ട് ഒരു മസാല കേട്ടോ. ഇതിന് കുരുമുളക് കൂടുതൽ ചേർക്കുന്ന കേട്ടോ, ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അത് മാറ്റി അവിടെ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെക്കും. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ തേങ്ങയെല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ അതിൻ്റെ ആ ഒരു എണ്ണ ഇറങ്ങുന്നിടം വരെ അരച്ച് നന്നായിട്ട് എടുക്കണം കേട്ടോ. അല്ലാതെ പൊടിക്കുകയല്ല, നന്നായിട്ട് അരഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് 2 ചട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കൊഞ്ചിടാതെ എണ്ണ കൊഞ്ചിട്ടും വേണം കേട്ടോ. 2 ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, അതുപോലെ വറ്റൽമുളകും ഇട്ടിട്ട് നമ്മൾ 2 പാത്രത്തിലായിട്ട് നമ്മൾ തീയൽ കോരി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2ആയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. കൊഞ്ച് തീയൽ വെക്കേണ്ടവർക്ക് ഡയറക്റ്റ് ചെയ്യും. ഞാനിപ്പോൾ എനിക്ക് കൊഞ്ച് തീയൽ വേണ്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ 2 ചട്ടി വെക്കുക. അപ്പോൾ ഞാൻ കഷ്ണമൊക്കെ ഈക്വലായിട്ടൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരപ്പ് എനിക്ക് കുറവായിട്ട് തോന്നിയായിരുന്നു, ഒരു ഇച്ചിരി ഞാൻ പിന്നീട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഡാർക്കായിട്ട് ഞാൻ തേങ്ങ അരച്ചുള്ളത് ഏട്ടന് അത്ര ഇഷ്ടമാണ്, പക്ഷേ വയറിന് പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് അരപ്പ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടന് വേണ്ടിയിട്ടുള്ള കൊഞ്ച് അതിനകത്തിലേക്ക് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളവും കൂടെ 2ലും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്നുമില്ല, ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പൊക്കെ കറക്റ്റ് ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ കൊഞ്ച് തീയൽ. അപ്പോൾ കൊഞ്ച് തീയലുള്ളപ്പം എനിക്ക് എപ്പോഴും മോര് കറി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോരൊന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തീയലും മോര് കറിയും, എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഒന്ന് താളിക്കാം. കടുക് പൊട്ടിച്ചു, അതുപോലെ വറ്റൽമുളകും അതുപോലെ തന്നെ ജീരകവും ഉലുവ ഇട്ടു. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അതിട്ടാട്ടോ, അത് ടേസ്റ്റ് കൂടും, വേണ്ടവർക്ക് ഇട്ടാൽ മതി. പിന്നെ ഉപ്പും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ മോരൊഴിച്ചു. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഇതൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കാൻ നിൽക്കേണ്ട കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ മോര് കഴിച്ചത്. അപ്പോൾ മീൻമുട്ട കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഏട്ടന് വേണ്ടിയിട്ട്, അതൊന്ന് ചൂടാക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തിരുന്ന് കണ്ടു നോക്കട്ടോ, ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനും കൂടെ വറുത്തു. അപ്പോൾ ഫുഡൊക്കെ അവിടെ തയ്യാറായി. മീനൂടെ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, എനിക്കിപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇനിയൊന്നുമില്ലെന്നല്ല, ഇനി ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി വീട് ഫുള്ള് വൃത്തികേടായി കിടക്കുക. 2 ദിവസമായിട്ട് നമ്മൾ പുറത്തൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീട് ക്ലീൻ ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത സാധനങ്ങൾ ഞാൻ തിരിച്ച് അതേ സ്ഥലത്ത് വെക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. പക്ഷേ ഈ 2 ദിവസം ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുക്കും, അവിടെ തന്നെ ഇട്ടിട്ട് പോകും. അങ്ങനെ ഫുൾ വീട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബെഡ്റൂം എല്ലാം കുളമായിട്ട് കിടക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ എൻ്റെ ഷൂസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, കഴുകാനുണ്ട്, ഒത്തിരി പൊടിയായിട്ടിരിക്കുക, അതൊക്കെ ചെയ്യണം. പിന്നെ നൈറ്റിലേക്ക് ഫുഡ് ഉണ്ടാക്കണം. നാളെ ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ ഫുൾ ഫുഡ് ഉണ്ടാക്കൽ പരിപാടി. അപ്പം നിങ്ങൾക്കും ബോറടിക്കും. അപ്പം അതൊക്കെയാണ് ഇനി മെയിൻ കാര്യങ്ങൾ. ഇനി വൈകിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് രാത്രിയിൽ ഞങ്ങളൊരു 7 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും. അപ്പം നൈറ്റിലേക്ക് ഫുഡ് ഉണ്ടാക്കണം. പിന്നെ രാവിലത്തേക്കും ഏട്ടന് കൊടുത്തു വിടാനും, പിന്നെ ഉച്ചക്കത്തേക്ക് ഇതൊക്കെ എന്തായാലും കാണും.
തീയലും മോരുകറിയൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ചോറും കൂടുതൽ വെച്ചിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട് ചോറ് ഊറ്റിയുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് എന്തായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നാളെ. പിന്നെ രാവിലത്തേക്ക് ഇന്ന് രാത്രിയിലത്തേക്കും ഒക്കെ ഉള്ളത് നൈറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇനി മെയിൻ പരിപാടികൾ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ ഫുൾ പറ്റുവാണെങ്കിൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണും. ഞാൻ പണ്ടത്തെ പോലെ എനിക്ക് അങ്ങോട്ട് ഇവിടെ ചൂട് പല ദിവസങ്ങളിൽ പല കാലാവസ്ഥകളാണ്. അപ്പോൾ ഒന്നും അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ അപ്പം നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ കുഞ്ചുതീയലും മീൻ വറുത്തതും മീൻ മുട്ടയും അതുപോലെ തന്നെ മോരുകറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.